പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുട്ടികളെല്ലാം ആമേൻ പറയാൻ നോക്കിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ പറയുന്നത് ഞാൻ നോക്കിയിരിക്കുകയാണ് ഹല്ലേലൂയ പറയാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് മഹത്വം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഓർക്കണം എൻ്റെ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ അന്നത്തെ ദൈവജനം അവർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവർ ചെയ്തൊരു കാര്യം, അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ആശ്രയം വെക്കുന്നത് സൈന്യബലത്തിലോ കരബലത്തിലോ ഞങ്ങളുടെ വേറെ എന്ത് തരത്തിലുള്ള സംഗതികളോ അല്ല, പിന്നെയോ കർത്താവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾ, അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിച്ച പഴയ നിയമ ജനത എല്ലാ മേഖലകളിലും വിജയം വരിച്ച് കാണുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ എന്ന നാമത്തിൽ ആശ്രയിക്കാൻ, ഈശോയുടെ നാമവും ഈശോയെ രണ്ടല്ല എന്ന് ഒരുപാട് എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14:14 വചനം വെളിപ്പെടുത്തുകയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. യോഹന്നാൻ 14:13 നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും പിതാപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യോഹന്നാൻ 15:16 തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കാണ്, കുറവലങ്ങാട് 2ാം വെള്ളിയാഴ്ച ഒരു സായാഹ്ന കൺവെൻഷൻ ഉള്ള വിവരം നിങ്ങൾക്കറിയാം. ആ സായാഹ്ന കൺവെൻഷൻ കുറവലങ്ങാട് തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുമ്പോൾ ഒരു അമ്മച്ചി വന്നൊരു സാക്ഷ്യം പറഞ്ഞു. നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മേരി നിക്കോളാസ്, ചേർത്തല തങ്കി തലമുടി വളരുന്ന കർത്താവിൻ്റെ പള്ളിയാണ് എൻ്റെ ഇടം. ഇപ്പൊ ഞാൻ തൽക്കാലം പരിഹാരത്തിൻ്റെ എൻ്റെ മകളുടെ പേര് ടെസ് എന്നാണ്. അവള് 3ാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടായി ഗൈനിയെ പോയി കണ്ടു. അപ്പോൾ ഗൈന് പറഞ്ഞു ഫൈബ്രോയിഡ് വളരുന്നുണ്ട്, അതുകൊണ്ട് ഈ കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് അംഗവൈകല്യം ഉണ്ടാകാം, അതുകൊണ്ട് ഏറ്റവും നല്ല ചോയ്സ് ഇതിനെ അബോർട്ട് ചെയ്യുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ മറ്റൊരു ഗൈനിയെ കൂടെ കാണിച്ചു. അപ്പോൾ അവരും ഇതേ തന്നെ പറഞ്ഞു, ഒന്നെങ്കിൽ അബോർഷൻ അല്ലെങ്കിൽ അംഗവൈകല്യം. ഒന്ന് കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഒന്ന് അംഗവൈകല്യം ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതാണ് ബുദ്ധിമുട്ട്, അല്ല അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അബോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് 1 അല്ല 2 ഹോസ്പിറ്റലിൽ പോയി കണ്ട്, അപ്പോൾ ടെസ്റ്റുകൾ നടത്തി, ആ ഭാഗത്തും തൃശ്ശൂരും ഒക്കെ പോയി കണ്ട് ടെസ്റ്റ് നടത്തി, അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു അല്ലേ. എന്നിട്ട് അവർ ഹസ്ബൻഡും അവളും കൂടെ വീട്ടിൽ വന്ന് അമ്മ ഇങ്ങനെയാ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരയില്ല, നമുക്കത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. എനിക്ക് പ്രാർത്ഥനയിൽ ഒത്തിരി വിശ്വാസം. എനിക്ക് അമ്മച്ചിനെ ഇഷ്ടമായി. കൊടുങ്കാറ്റ് വന്ന് അടിച്ചു, അമ്മച്ചി കുലുക്കുമില്ല. നമുക്കത് പ്രാർത്ഥിക്കാം, ടെൻഷൻ പിടിക്കേണ്ട, ഉറച്ചു നിന്ന് അമ്മച്ചി. എന്നിട്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഉത്തരം കിട്ടുന്നതല്ല, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നത്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു 12 വർഷമായിട്ട് ഞാൻ ഈ യേശുനാമം എന്നുള്ള പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ദിവസവും വായിക്കും. എല്ലാ ദിവസവും വായിച്ചിട്ട് വായിച്ച പുസ്തകത്തിന്റെ ഷേപ്പ് നിങ്ങൾ നോക്കുക അല്ലേ. 12 വർഷമായിട്ട് യേശുനാമ ശക്തി എല്ലാ ദിവസവും ഫുള്ള് പിന്നെ വായിച്ചിട്ട് ഞാൻ പള്ളിയിൽ പോകുള്ളൂ. എനിക്കത് നിർബന്ധമാണ് വായിക്കണമെന്ന്. അപ്പം ഞാനിതിലെ പ്രസക്ത ഭാഗങ്ങൾ
ടിക്ക് ചെയ്തിട്ട് ഈ ടെസ്സയോട് പറഞ്ഞ് ടെസ് ചെയ്ത് നീ വായിക്കണം എല്ലാ ദിവസവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ടെസ്സയോട് വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. അങ്ങനെ കാലത്തിൻ്റെ തികവിൽ പിന്നെ സമയമായപ്പോഴത്തേക്കും ഇവൾക്ക് അസ്വസ്ഥത തുടങ്ങി. അപ്പോൾ അന്നത്തെ ചാലക്കുടിയിലെ ഗൈനി പറഞ്ഞിരുന്നു, ടെസ്സിക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുവാണെങ്കിൽ ഡോക്ടറെ ആരെയും കണ്ട നേരെ ലേബർ റൂമിലേക്ക് പോകാവൂ എന്ന് പറഞ്ഞ്. അങ്ങനെ അവൾ ലേബർ റൂമിലേക്ക് ചെന്നു. ഒരു 12:30 ആയപ്പോഴത്തേക്കും അംഗവൈകല്യം കൂടാതെയും ആത്മീയ ശക്തികൾക്ക് കുറവില്ലാതെയും ദൈവാനുഗ്രഹത്താൽ ടെസ്സ ഒരു പെൺകുട്ടിയെ നല്ല കുഞ്ഞിനെ ജന്മം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ആ കുട്ടി ഇന്ന് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്ന് അവൾക്ക് 7 വയസ്സായി. അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. യാതൊരു കുഴപ്പമില്ലാതെ നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തണം. പള്ളിയിലൊക്കെ പോകാനും കുരിശ് വരയ്ക്കാനും ഒക്കെ നല്ല മിടുക്കി. ഇതാണ് ശരിക്കും പറഞ്ഞ് ഇങ്ങനത്തെ 1-2 അമ്മച്ചിമാരുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കുടുംബം രക്ഷപ്പെട്ടു. ഇനി രണ്ടാമത്തേത് ക്രിസി എന്ന് പറയുന്ന എൻ്റെ മറ്റൊരു മകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് എംകോമിനും എംഫിലിനും ഒക്കെ നല്ല മാർക്കോടുകൂടി പാസ്സായി. പക്ഷേ UGC എഴുതിയപ്പോഴത്തേക്കും 1 അല്ല 2 അല്ല 3 അല്ല അവൾ തോറ്റുപോയി. 1 മാർക്ക് 2 മാർക്കിന് 3 മാർക്കിന് വീതം തോറ്റു. ഒരുപാട് തവണ UGC എഴുതിയപ്പോഴും പരാജയപ്പെട്ടു പോയി. അപ്പോൾ അവൾ കൊല്ലത്താണ് കെട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അമ്മേ ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്, എനിക്കിനി UGC എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. നിബന്ധനയോട് ഏജ് കഴിയും, പല പ്രശ്നങ്ങളുണ്ട്, ഇനി എഴുതാൻ ലാസ്റ്റ് ചാൻസാന്ന് പറഞ്ഞു. ഇതുവരെ എഴുതിയിട്ട് പലതവണ എഴുതി കിട്ടിയിട്ടില്ല. ഞാൻ ഈ യേശുനാമം കൊല്ലത്തേക്ക് അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു കൊടുത്തിട്ട് ഇവളോട് പ്രസക്ത ഭാഗങ്ങൾ നീ വായിക്കണമെന്ന് പറഞ്ഞു. വായിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത സെമിൽ അവൾ പോയി പരീക്ഷ എഴുതിയപ്പോൾ അവൾ പാസ്സായി. പാസ്സായപ്പോൾ എനിക്ക് പറയാൻ അറിയാൻ മേലാത്ത ദൈവത്തോട് എങ്ങനെയാണ് എനിക്ക് നന്ദി പറയേണ്ടത്, സ്നേഹം പറയേണ്ടത്, എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. അത്ഭുതകരമായി ദൈവം ഇടപെട്ടു. അങ്ങനെ പാസ്സായി. നാട്ടിലെ ഒരു കോളേജിൽ അവൾ ഇപ്പോൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നോക്കിയ അമ്മച്ചി എന്തൊക്കെ പ്രതിസന്ധികളാണ്, ലോകം എന്തൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും ഈ അമ്മച്ചി യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചു, യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചു. ദൈവം ഇടപെട്ട് കണ്ടില്ലേ? സന്തോഷത്താൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് അപ്പസ്തോലപ്രവൃത്തി 4:12 ആകാശത്തിന് കീഴെ മനുഷ്യ രക്ഷയ്ക്കു വേണ്ടി യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ യേശുനാമത്തിന്റെ ശക്തിയുടെ പുസ്തകമൊക്കെ നമ്മളുള്ള നന്നായിട്ട് ഉപയോഗിക്കണം. അത് അണ്ടർലൈൻ ചെയ്തും അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർക്കും നോക്കി അത് കൊടുക്കുമ്പോൾ നോക്കി ഇന്ന ഭാഗം വായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഇളം തലമുറ, പുതിയ തലമുറയ്ക്ക് അതെന്ത് പുസ്തകമാണെന്ന് ചിലപ്പോൾ അറിവുണ്ടാവില്ല. നിങ്ങൾ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോഴും അഭിഷേകാന്ത കൺവെൻഷൻ ശുശ്രൂഷകൾ അല്ലെങ്കിൽ സെഹിയോൻ മിനിസ്ട്രിയത്തിൻ്റെ ശുശ്രൂഷകൾ, അതുപോലെ കുറവലങ്ങാട് നിങ്ങൾ വരുമ്പോഴും ഒക്കെ അത് നിങ്ങൾക്ക് ആ പുസ്തകങ്ങൾ ചോദിച്ചാൽ കിട്ടുന്നതാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ യേശുവിന്റെ നാമത്തെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, സാത്താൻ സ്വർഗത്ത് നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കുടുംബങ്ങളെ ശല്യം ചെയ്യുന്ന പലതരത്തിലുള്ള ദുർപീഡകൾ, അന്ധകാര പീഡകൾ, തടസ്സങ്ങൾ, യേശുവിൻ്റെ നാമത്തിൽ അതിനൊരു വിടുതലുണ്ട്. വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം, ഈശോ ഇടപെടും. എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന. പോരാ നല്ല എരിവോടെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയരട്ടെ, മനസ്സ് തുറക്കട്ടെ. ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്ന കർത്താവേ, ഓരോ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്ന കർത്താവേ. ലൂക്ക 9:1-2 അവർ 12 പേരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്ത് അതോടൊപ്പം രോഗികളെ സുഖപ്പെടുത്താനും എന്ന വചനത്തിന്റെ അധികാരത്തിൽ ഓ കർത്താവേ, ഈ കുടുംബങ്ങളെയും ഈ വ്യക്തികളെ ശല്യം ചെയ്യുന്ന എല്ലാവിധത്തിലും അന്ധകാര പീഡകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, ആധിപത്യങ്ങൾ, രോഗപീഠകൾ, ശല്യങ്ങൾ, ബാധകൾ, ഭൂതകൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിബന്ധിക്കട്ടെ. കരങ്ങൾ അടിച്ച് യേശുവിന്റെ നാമത്തിൽ വിടുതൽ. പവർ പവർ. ഹല 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 ഹല.
ഓ കർത്താവായ ദൈവമേ, ഇപ്പോൾ വീണ്ടും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിക്കട്ടെ. ദൈവമേ, ഈ കുടുംബങ്ങളിൽ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഒന്നാം പ്രമാണ ലംഘനങ്ങൾ വഴിയോ ഏതെങ്കിലും പ്രമാണ ലംഘനങ്ങൾ വഴിയോ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനെതിരെയോ ഏതൊരു പ്രാർത്ഥനകൾ വഴിയോ മറ്റേതെങ്കിലും വിധത്തിൽ വന്നിരിക്കുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും മന്ത്രവാദവും കൂടോത്തരവും ആഭിചാരവും സ്വതന്ത്രപ്രയോഗവും എല്ലാ തരത്തിലും ദുർദശകളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, നിത്യാഗ്നിയിൽ നിപതിക്കട്ടെ. കൈയടിച്ച് വിട്ടുപോവാ. കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിന്റെ നാമത്തിൽ ഓ കർത്താവ്, വീണ്ടും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോരാ, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ വചനം അയക്കുന്നു, അവിടുത്തെ തിരുരത്ത് അയക്കുന്നു, അവിടുത്തെ കുരിശിന്റെ അടയാളം അയക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ആത്മപാലകരുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് സഭാ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഈ കുടുംബങ്ങളിലെ വ്യക്തികളെ ശല്യം ചെയ്യുന്ന എല്ലാവിധത്തിലുള്ള ചെട്ടിക പാപങ്ങളുടെയും എല്ലാവിധത്തിലുള്ള ആസക്തികളുടെയും കോപം, വെറുപ്പ്, വൈരാഗ്യം, ഭിന്നത, കലഹം എല്ലാ കെട്ടുകളെയും ദുർബാധകളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം നിത്യാഗ്നിയിൽ നിപതിക്കുക. കൈയടിച്ച് കൽപ്പിക്കുന്നു, ബന്ധിക്കുന്നു. കൈ ഉയർത്തി കൈയടിച്ച് യേശു ആരാധന ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നിങ്ങൾ നിവർന്ന് നടക്കുന്നതിന് മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ച വചനപ്രകാരം കെട്ടുകൾ അരിഞ്ഞ് യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല 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 ഹല. റോമ 16:20 സമാധാനത്തിന് ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽക്കലൊക്കെ തകർത്ത് കളയും. ഈ വചനസത്യത്തിൽ വ്യാപരിക്കണം. ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന സ്വയ ആരാധന. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ ലക്ഷ്യം കൃത്യമാണോ? സന്തോഷത്തോടെ പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവചനം, ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 16 വേഴ്സ് 4. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമാണ് ഒന്നിനെ സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിൽ അതിന് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എല്ലാവരും ചരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ ഓരോ വ്യക്തികളെയും സൃഷ്ടിക്കുമ്പോൾ ആ വ്യക്തികളെക്കുറിച്ച് ദൈവത്തിന് ലക്ഷ്യമുണ്ട്. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി. എന്നാൽ ഈ ദൈവത്തിൻ്റെ ലക്ഷ്യം അറിയാതെ പോകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന് കാരണമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 22-23 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2 വേഴ്സ് 22 and 23. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല, നിരപരാധർക്കുള്ള സമ്മാനം വിലവെച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു.
തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ഈ ദൈവത്തിന്റെ ലക്ഷ്യം അറിയാൻ പലപ്പോഴും മനുഷ്യർക്ക് സാധിക്കാതെ പോയി. ഈ വിശുദ്ധിയിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കാനിരിക്കുന്ന വലിയൊരു പ്രതിഫലത്തെക്കുറിച്ചൊരു പ്രതീക്ഷയില്ല, അങ്ങനെ ഒരു ചിന്തയില്ല. നിരപരാധനായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകാൻ പോകുന്നൊരു സമ്മാനത്തെക്കുറിച്ചുള്ള ബോധ്യമില്ല. നമ്മളെ വെറുതെ നശ്വരമായിട്ടല്ല, അനശ്വരതയ്ക്ക് വേണ്ടി സ്വർഗീയ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു എന്നുള്ള കാര്യം അറിയാതെ പോയി. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 27-ാമത്തെ ഖണ്ഡികയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, മനുഷ്യൻ എവിടെയാണ് എത്തിച്ചേരേണ്ടത്? ദൈവത്തിനു വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ്. തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല. മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയിട്ടൊരു ദാഹം ഇൻബിൽറ്റ് അതിനാൽ തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ ഓൾറെഡി ഗിവൺ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? കാരണം മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല, ദൈവത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനെ ദൈവം എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത് അവസാനിപ്പിക്കുന്നില്ല. എപ്പോഴും തന്നിലേക്ക് മനുഷ്യനെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ സൗഭാഗ്യം, സന്തോഷം, സംതൃപ്തി, സുഖം, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സംഗതികൾ കിട്ടാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വിരകി വാരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സഭ പഠിപ്പിക്കുകയാണ്, അത് ദൈവത്തിൽ വന്നാൽ മാത്രമേ അവനത് ലഭിക്കുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിലേക്ക് വരാതെ സാധ്യമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ജീവിതം വേണം. നമ്മുടെ ജീവിതം നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ലക്ഷ്യവും ഇല്ലാത്തൊരു ജീവിതമായി പോകുന്നുണ്ടോ നോക്കണം. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. 1 Corinthians chapter 9 verse 25 to 27. കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്. നാം അനശ്വരമായതിന് വേണ്ടിയും. ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെ അല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രകരിക്കുന്നത് പോലെ അല്ല. മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. പൗലോസ്ലീഹ പറയാണ്, ഞാൻ വെറുതെ ഒരു ലക്ഷ്യമില്ലാതെ അല്ല പോക്കുന്നത്. കായികാഭ്യാസികൾ ഒരു നശ്വരമായ കിരീടത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. ഒരു മത്സരമൊക്കെ വരുമ്പോഴത്തേക്കും അവർ കുടുംബം അല്ലെങ്കിൽ ബിസിനസ്, ജോലി എല്ലാം മാറിയോ അതിൽ നിന്നൊക്കെ മാറുകയാണ്. ലോകമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്. ഒരൊറ്റ കാര്യത്തിൽ, ഒറ്റ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണ്. ഈ എൻട്രൻസിനൊക്കെ ഒരുങ്ങുമ്പോൾ കുട്ടികളുടെ ഒരു പ്രത്യേക രീതി അങ്ങനെയാണല്ലോ എന്ന് പറയുന്നത് പോലെ. എന്നിട്ട് പൗലോസ്ലീഹ പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ വെറുതെ അല്ല, എനിക്ക് അനശ്വരമായി ഒന്നിനെയാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ആ സ്വർഗത്തെക്കുറിച്ച് ലക്ഷ്യം എൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട്, അതിനെക്കുറിച്ച് മറ്റൊരു പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ, എൻ്റെ ചില പ്രവണതകളെ, എൻ്റെ ചില വാസനകളെ, എൻ്റെ ചില ആസക്തികളെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഫോക്കസ് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ തന്നെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നശ്വരമായ ചില കാര്യങ്ങൾ നേടാൻ പറ്റും. ചിലപ്പോൾ രാഷ്ട്രീയത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു കായിക ഇതിലായിരിക്കാം. അതിനൊക്കെ വേണ്ടി തന്നെ ബ്രഹ്മചര്യം എടുത്ത് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരൻ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഫോക്കസ് ഉറപ്പിക്കണം.
ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ 15-16 തിരുവചനങ്ങൾ. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ ശ്രേഷ്ഠമോ സ്വർഗീയമായതിനെ ലക്ഷ്യം വയ്ക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം തങ്ങൾ വിട്ടുപോകുന്ന ഈജിപ്തിനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടെ എത്തിച്ചേരുമായിരുന്നു. എന്നാൽ കാലഘട്ടങ്ങൾ മാറി, ഇന്ന് സ്വർഗീയ മാതിരി ലക്ഷ്യം വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ദൈവജനത്തിന് ദൈവം കൊടുത്ത ലക്ഷ്യമുണ്ടായിരുന്നു. മോശയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി ഒറ്റ ലക്ഷ്യമായിട്ട് അവർ നീങ്ങുകയാണ്. അത് കാനാൻ ദേശമായിരുന്നു. ആ ലക്ഷ്യമുണ്ടായിരുന്നത് കൊണ്ട് ചെതറിപ്പോയവരൊക്കെ ചെതറിപ്പോയെങ്കിലും ബാക്കി എല്ലാവരും ചേർന്ന് ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കാനാൻ ദേശം മാറി സ്വർഗമായി തീരുകയാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 1-2 ആഴ്ചകളുടെ എപ്പിസോഡിൽ ഒരു എപ്പിസോഡ് കണ്ടുണ്ടാവും, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുന്നത് നല്ലതാണ്. ദൈവത്തെ സ്നേഹിക്കാനുള്ള 5 മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ വേറെ ഒന്നും ലക്ഷ്യം വെച്ചിട്ടില്ല, ഒന്നും തന്നത് കൊണ്ടല്ല, പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവമായതുകൊണ്ട് സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കാൻ കടപ്പാടുള്ളതുകൊണ്ട് സ്നേഹിക്കുക, വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് തരുന്നൊരു സമ്മാനമാണ് സ്വർഗം. ആ സ്വർഗത്തെ നമ്മൾ പ്രതീക്ഷിക്കണം, അതിന് നമ്മളൊരു പ്രത്യാശ വയ്ക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കാനായിട്ടുള്ളൊരു പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ വേണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതാണ് എൻ്റെ സഹോദരങ്ങളെ പഴയ നിയമത്തിൽ ചില രംഗങ്ങൾ കാണിച്ചു തരാം. അതായത് മക്കമാരുടെ പുസ്തകത്തിൽ 4-ാമത്തെ മകൻ മരിക്കുന്ന ഒരു രംഗമുണ്ട്. അത് മക്കമാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിലാണ്. മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യ കരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനവുമില്ല, പുതിയ ജീവിതവുമില്ല. അന്ത്യോക്യസ് കിരാതമായ മതമർദ്ദനം നടത്തുന്ന കാലഘട്ടത്തിൽ വരചട്ടിയിലും എരുതിയിലും ഒക്കെ ഇട്ട് അതേപോലെ പിടിപ്പിക്കുന്ന സമയത്ത് 4-ാമത്തെ മകൻ പറയാണ്, ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ നിയമത്തെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ദൈവം തരുന്നൊരു സമ്മാനമുണ്ട്, പുനരുത്ഥാനം, ശരീരത്തിൻ്റെ ഉയർപ്പ്, സ്വർഗം. അതിനകത്ത് ഞങ്ങളുടെ പ്രതീക്ഷയുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ റെഡിയാണ് മരിക്കാൻ. പക്ഷെ നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് ഇതൊന്നുമില്ല എന്ന് കൂട്ടിക്കോ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ പൈതൽ സ്വർഗം ഒരു ലക്ഷ്യമാക്കി വെക്കുകയാണ്. അതിനൊരു പരിശ്രമം വേണം. ഫിലിപ്പി ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിന്റെ 13-14 തിരുവചനങ്ങൾ. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും അത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. അപ്പോൾ പൗലോസിലേക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇന്ന് അനേകം ചെറുപ്പക്കാരെ കാണുമ്പോൾ ചെറുപ്പക്കാർ ഒരു ലക്ഷ്യമില്ല. ഞാൻ കളിക്കുകയാണ്, +2 പാസ്സായി, ഇനി എന്താ ചെയ്യണത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യണം, ഒരു ലക്ഷ്യമില്ല. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് സ്വർഗീയ ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. ഈ സ്വർഗം നമ്മുടെ ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ എൻട്രൻസിന് നമ്മൾ ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് ഒരുങ്ങുമ്പോൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ഈ മെയിൻ ലക്ഷ്യത്തോട് അനുബന്ധിച്ച് ക്രമീകരിക്കപ്പെടും. പൗലോസിക കുറച്ചുകൂടെ ആഴത്തിലുള്ള വെളിപ്പെടുത്തി തരുന്നുണ്ട്. 1 Corinthians 14:1 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, മെയിൻ ഒരു ലക്ഷ്യം നിൽക്കുന്നുണ്ട്, പിന്നെ അതിന്റെ സബ്ബായിട്ട് വേറെ ചില കാര്യങ്ങൾ വരികയാണ്. അപ്പൊ നോക്കിയേ, സ്വർഗത്തെ കുറിച്ചൊരു പ്രത്യാശ ഉള്ളത് കൊണ്ട് സ്നേഹിക്കാൻ, എല്ലാവരും സ്നേഹിക്കുക, അത് അതിന്റെ സബ്ബായിട്ട് വരുന്നൊരു സംഗതിയാണ്. അടുത്ത കാര്യം 2 തിമോത്തി 2:22. അതിനാൽ യുവ സഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകലുക, പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി,
വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം ലക്ഷ്യമാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മോഹങ്ങൾ, അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ശരീരത്തിന്റെ പ്രവണതകളെ കർശനമായി നിയന്ത്രിക്കുന്ന അതെല്ലാം പതുക്കെ പതുക്കെ മാറി ചില ആത്മീയ കൂട്ടായ്മകൾ ചേരും. സഭാ കൂട്ടായ്മ, ഇടവക കൂട്ടായ്മ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ജീസസ് യൂത്ത്, പല മിനിസ്ട്രികൾ, ആത്മീയ ശുശ്രൂഷകൾ, അതിനോടൊക്കെ ചേർന്ന് അങ്ങനത്തെ വിശ്വാസ, സ്നേഹം ഇങ്ങനെയൊക്കെ ലക്ഷ്യം വയ്ക്കുന്ന ആൾക്കാരോട് ചേരാൻ വേണ്ടി തുടങ്ങും. മെയിൻ ഒരു ലക്ഷ്യം നിൽക്കുന്നത് കൊണ്ട്, എന്നെ കൊണ്ട് തന്നെ പറ്റാത്തത് കൊണ്ട് പതുക്കെ 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 വേറെ ലക്ഷ്യങ്ങൾ ക്രമീകരിച്ച് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ 5:9 അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. അങ്ങനെ ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായി ലക്ഷ്യം. പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോക്കസ് വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മളിങ്ങനെ ഇപ്പൊ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു കായിക മത്സരത്തിന് വേണ്ടി അതിന് ട്രെയിനിങ് കൊടുക്കുന്ന ആൾ പരിശീലിപ്പിക്കുന്ന പോലെ, ഈ എൻട്രൻസിന് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന ആൾ പരിശീലിപ്പിക്കുന്ന പോലെ നമ്മളെ ഇങ്ങനെ ബാക്കി എല്ലാ കാര്യത്തിനും റെഡിയാക്കി ഈ ലക്ഷ്യത്തിലേക്ക് നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളെ ക്രമീകരിച്ച് പരിശീലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് 2 കൊരിന്ത്യർ 5:5 അവിടെ സ്വർഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ് നമ്മളെ ഒരുക്കുന്നത്. ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കുകയാണ്. കൊലോസ്സസ് ലേഖനം 1:28-29 എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നെ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പോൾ ഈ ലക്ഷ്യം വന്നാൽ പരിശുദ്ധാത്മാവ് ബാക്കി എല്ലാ മേഖലകളിലും നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ അവിടെ പെട്ടെന്ന് എത്തിക്കും. യോഹന്നാൻ 6:21 അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്ക് അടുത്തു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ബൈബിൾ ഈശോ വെള്ളത്തിന്റെ മേലെ നടന്നു വരുന്ന രംഗമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇവര് ഈശോനെ അതിനകത്ത് കയറാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് വള്ളം അവരെവിടെയാണ് ലക്ഷ്യം വെച്ചാൽ ആ കരയ്ക്ക് അടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്വർഗം ലക്ഷ്യം വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ച് ആ ലക്ഷ്യത്തോടെ പെട്ടെന്ന് അവിടേക്ക് എത്തിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ലക്ഷ്യം കൃത്യമാക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കേട്ട വചനങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗം ലക്ഷ്യമാക്കി ഈ ഭൂമിയിൽ ഒരാൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ അവരൊരു ഭോഷനായിരിക്കും. പക്ഷേ സ്വർഗത്തിൽ അവന് വലിയ ഒരു സ്ഥാനമുണ്ട്. സങ്കീർത്തന പുസ്തകത്തിൽ 34-ാം സങ്കീർത്തനം 19-ാം തിരുവചനം നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. എന്നാൽ 2 കൊരിന്ത്യർ 4:17 വചനം വെളിപ്പെടുത്തുന്നുണ്ട് ആ ക്ലേശങ്ങളെല്ലാം നിസ്സാരവും ക്ഷണികവുമാണ്. അതെല്ലാം സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. ഉള്ളുരുകി പ്രാർത്ഥിക്കട്ടെ. ദൈവഭക്തൻ തൻ്റെ ക്ലേശവും ദുരിതവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ദൈവഭക്തൻ തൻ്റെ ക്ലേശവും ദുരിതവും സ്വർഗത്തിൽ സമ്പത്തായി കൂട്ടിവയ്ക്കും. ലോകത്തിൽ ഭോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനാ തീർന്നിടുമേ. ലോകത്തിൽ ഭോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മാന്യനാ തീർന്നിടുമേ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു.